എന്താടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് മനുഷ്യന്മാർക്ക് തിന്നാൻ വേണ്ടിയുള്ളതാണ് എന്നൊരു ബോധം വേണം. അതെങ്ങനെയാ? വഴിപാട് കഴിക്കുന്നത് പോലെയല്ലേ ഓരോന്ന് ചെയ്യുന്നത്? അത്രയും പറഞ്ഞുകൊണ്ട് പ്ലേറ്റ് മുന്നിലേക്ക് തട്ടിയിട്ട് എഴുന്നേറ്റ് പോകുന്ന അരവിന്ദനെ നിർവികാരതയോടെ അവൾ നോക്കി. എന്താരും നിന്റെ പ്രശ്നം? നിനക്കല്ലേ ഇഡ്ഡലിയും സാമ്പാറും ഇഷ്ടമുള്ളത്? കൂട്ടാനാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ അമ്മ ചട്നിപ്പൊടി എണ്ണ ചാലിച്ചു തരാം. നിർമ്മല വാത്സല്യം കലർത്തിയത് പറയുമ്പോൾ അരവിന്ദ് അതൊന്ന് കേൾക്കാൻ കൂടി നിൽക്കുക ചെയ്യാതെ എഴുന്നേറ്റ് പോയിരുന്നു. നിർമ്മല തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കണ്ണിൽ വെള്ളം നിറച്ചു നിൽക്കുന്ന അനുപമയെയാണ്. അവൻ്റെ അച്ഛൻ്റെ അതേ സ്വഭാവമാണ്. രവിയേട്ടന് എന്തെങ്കിലും ഇഷ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകും. വലിയ അഭിമാനത്തോടെ നിർമ്മല പറയുന്നത് കേട്ടപ്പോൾ കൂടുതലൊന്നും പറയാനില്ലാതെ അനു അടുക്കളയിലേക്ക് നടന്നു. അല്ലെങ്കിലും അമ്മയുടെ സ്വഭാവം കല്യാണം കഴിഞ്ഞ് വന്ന നാൾ മുതൽ വിചിത്രമായി അവൾക്ക് തോന്നിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ കാൽക്കീഴിലാണ് ഭാര്യയുടെ സ്ഥാനമെന്ന് വിശ്വസിക്കുന്ന 18-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ഒരമ്മ. അക്ഷരാർത്ഥത്തിൽ അതായിരുന്നു നിർമ്മല. പട്ടാളക്കാരനായ രവീന്ദ്രന്റെ കാൽക്കീഴിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വീട്ടമ്മ. അവർക്ക് വെച്ചുണ്ടാക്കി വിളമ്പിക്കൊടുക്കണമെന്നല്ലാതെ മറ്റൊരു മോഹവും ആ മനസ്സിലില്ല. അനു. വീണ്ടും മുകളിൽ നിന്ന് അരവിന്ദന്റെ ശബ്ദം ഉയർന്നു കേട്ടു. അനുപമയ്ക്ക് വല്ലാത്ത ഭയം തോന്നുന്നുണ്ടായിരുന്നു. ആരും വിളിക്കുന്നത് കേട്ടില്ലേ? വേഗം ചെല്ല്. നിർമ്മല അത് പറയുമ്പോൾ അവൾ അവരെ ഒന്ന് നോക്കി. വേഗം പോയി കിട്ടാനുള്ളത് മേടിച്ചിട്ട് വാ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങുന്നതും ഭാര്യമാർക്ക് അന്തസ്സാണത്രേ. അനുപമ പമ്മി പതുങ്ങിയാണ് മുറിയിലേക്ക് ചെന്നത്. എന്താടിയത്? നിന്റെ തന്തയെ പോലെ ചുമടെടുക്കാൻ പോവുകയല്ല ഞാൻ. KSEBയിൽ എനിക്ക് അന്തസ്സായൊരു ജോലിയുണ്ട്. നിനക്ക് നിന്റെ വീട്ടുകാർക്കൊക്കെ ചാളപ്പുരയിൽ കിടന്ന് ഇതുപോലെ വൃത്തിയില്ലാതെ പുറത്തേക്കിറങ്ങി മാത്രമേ ശീലം കാണൂ. പക്ഷേ എനിക്കങ്ങനെയല്ല. എന്തൊക്കെയോ അയാൾ പറയുന്നുണ്ട്. ഇസ്തിരിയിട്ട് വെച്ച ഡ്രസ്സിൽ ചുളിവ് കണ്ടുപോലും. ഇവിടെ രാവിലെ മുതൽ തുടങ്ങുന്ന ജോലിയാണ്. നിർമ്മല അമ്മ ജോലി ചെയ്യാൻ സഹായിക്കും. പക്ഷെ ഒരായുസ് മുഴുവൻ ഈ കുടുംബത്തിനു വേണ്ടി ജോലി ചെയ്ത് അവരുടെ ആരോഗ്യം ഇപ്പോൾ ക്ഷയിച്ചിരിക്കുന്നു. അത്രയും വയ്യാത്ത അവരോട് എന്തെങ്കിലും ചെയ്യാൻ പറയാനും അനുപമയ്ക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് വീട്ടിലെ എല്ലാ ജോലികളും അവൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ജോലിക്കാരിയെ വെക്കാൻ പറഞ്ഞാൽ വരുന്നവർക്കൊന്നും വൃത്തി കാണില്ല എന്നും പറഞ്ഞ് അതുപോലെ നിഷേധിക്കും. ഗവൺമെന്റ് ജോലിക്കാരനായ അരവിന്ദന്റെ വിവാഹാലോചന വരുമ്പോൾ ഒരുപാട് പറഞ്ഞു നോക്കിയതാണ് അവൾ ഇത് വേണ്ട എന്ന്. അന്നേരം അച്ഛൻ്റെ സങ്കടം കണ്ടിട്ടാണ് പിന്നെ സമ്മതം മൂളിയത്. പണം കുറവുള്ള വീട്ടിൽ നിന്ന് പെണ്ണ് കൊണ്ടുവന്നത് എല്ലാ ജോലിയും ചെയ്യാൻ വേണ്ടിയാണത്രേ. പലപ്പോഴായി ഇക്കാര്യം പറയുന്നുണ്ട്. അരവിന്ദേട്ടൻ്റെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ അയാളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയതിനു പകരം എൻ്റെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിറ്റതുപോലെയുണ്ട്. എല്ലാം സഹിക്കാം. കിടപ്പറയിലുള്ള അയാളുടെ ചെയ്തികളാണ് സഹിക്കാൻ പറ്റാത്തത്. ശരീരത്തിൻ്റെ മൃദുല ഭാഗങ്ങളിൽ മുഴുവൻ അയാൾ കടിച്ചു പറിക്കും. അന്നേരം കരയുമ്പോൾ അത് അയാളുടെ വികാരത്തെ വർദ്ധിപ്പിക്കും. കിടപ്പറയിൽ ശരിക്കും ഒരു സൈക്കോ തന്നെയായിരുന്നു അയാൾ. ഡിഗ്രി കഴിഞ്ഞ ഉടനെയായിരുന്നു വിവാഹം. PGക്ക് അഡ്മിഷനും കിട്ടിയതായിരുന്നു. പഠിപ്പിക്കുക എന്നൊരു വാക്കിൻ്റെ പുറത്താണ് ഞാനും കല്യാണത്തിന് സമ്മതിച്ചത്. എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അത് വെറും വാക്കായിരുന്നു എന്ന്. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ ജോലി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പോകാനൊന്നും സമയമുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഗർഭിണിയായി. പക്ഷേ അയാൾക്കിപ്പോൾ ഒരു കുഞ്ഞു വേണ്ട എന്നും പറഞ്ഞ് എൻ്റെ സമ്മതമോ അനുവാദമോ കൂടാതെ അയാൾ അതിനെ അബോർട്ട് ചെയ്തു കളഞ്ഞു. അതുകൂടിയായപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. സ്വന്തം കുഞ്ഞ് ഭാര്യയുടെ വയറ്റിൽ കുരുത്തിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് അതിനോടൊരു തുള്ളി സ്നേഹം പോലും ഇല്ലാതെ കൊണ്ടുപോയി നശിപ്പിച്ചവന് ആരോടെന്ത് സ്നേഹം ഉണ്ടാകാനാണ്? ഇനിയും അയാളുടെ ഉപദ്രവം സഹിച്ച് ഒരടിമയെപ്പോലെ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി. എന്തോ ഒരു കുറ്റവും പറഞ്ഞ് അടിക്കാൻ തോന്നിയ അയാളുടെ കൈ പിടിച്ചു വെച്ച് ആദ്യത്തെ പ്രതിഷേധം അറിയിച്ചു. ഇതോടെ അയാൾ കൂടുതൽ ഉപദ്രവിക്കാൻ വന്നു. കറിക്കരിയുന്ന കത്തിയിരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് വീശി അയാളുടെ നെഞ്ചിൽ അതൊരു വലിയ പോറൽ സൃഷ്ടിച്ചു. ഒട്ടും ആഴമില്ലാതെ, എന്നാൽ അയാൾക്ക് എന്നെ ഭയം തോന്നുന്ന വിധത്തിൽ ഒരു പോറൽ. അതോടെ അയാൾ ഭയം അകന്നു മാറി. എനിക്ക് ഭ്രാന്താണെന്നായിരുന്നു പിന്നീട് വരുത്തി തീർത്തത്. അങ്ങനെയെങ്കിൽ അങ്ങനെ. അയാൾ എന്നെ വീട്ടിൽ കൊണ്ടുപോയാക്കി. എനിക്ക് ഭ്രാന്തുണ്ട് എന്നതിന് തെളിവുകൾ നിരത്തി ഡിവോഴ്സ് വാങ്ങിയെടുത്തു. എൻ്റെ വീട്ടിലെത്തി കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ഭാഗ്യത്തിന് അച്ഛൻ എൻ്റെ കൂടെ നിന്നു. അച്ഛനൊരു തെറ്റുപറ്റിയതാണ്, ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, ബാക്കി പഠിത്തം തുടർന്നോളാൻ പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. അയാൾക്ക് കൈ പിടിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് തന്ന സ്വർണം മുഴുവൻ അയാൾ തിരിച്ചു തന്നു. അതിൽ നിന്ന് കുറച്ചെടുത്ത് വിറ്റ് പഠനം ആരംഭിച്ചു. ഏറെ വൈകാതെ അയാളുടെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞു. പക്ഷേ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പുതിയത് വന്ന പെൺകുട്ടി കൃത്യമായ അയാളുടെ കൊള്ളരുതായ്മകൾക്കെതിരെ പ്രതികരിച്ചു. ഇന്ന് ജോലിയും നഷ്ടപ്പെട്ട് സ്ത്രീധന പീഡനത്തിന് ജയിലിലാണ് അയാൾ. അത് വേണം, ഒരു കയറ്റത്തിന് ഒരിറക്കം എന്നും ഉണ്ടായിരിക്കും. പഠിച്ച കോളേജിൽ തന്നെ ടീച്ചറായി ജോലിക്ക് ചേരുകയാണ് ഇന്ന്. ഇനി മനസ്സിനിണങ്ങിയ എൻ്റെ സ്വാതന്ത്ര്യങ്ങൾ അംഗീകരിച്ചു തരുന്ന ഒരാളെ പങ്കാളിയായി കണ്ടുപിടിക്കണം. അച്ഛനും ഇപ്പോൾ ഹാപ്പിയാണ്. ഞാനൊരു ജോലിക്കും വിടുന്നില്ല.
എന്റെ ശമ്പളം മതി, ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.